ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആലിയ ഭട്ട് ഫേമസ് ആക്കി കഴിഞ്ഞ ലെറ്റോ കഫേയുടെ മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തത്, ഓൾ പർപ്പസ് ഫ്ലോർ. അത് അരിച്ചെടുക്കാം കേട്ടോ. ഒരു പ്രാവശ്യം അരിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് തന്നെ അരിക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരിച്ചെടുത്ത് വെക്കുക. എൻ്റെ കുക്കിംഗ് റേഞ്ചിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ മേലെയും താഴെയുള്ള ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടോ, അധികം ചൂടാക്കണ്ട, എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് ഞാനിവിടെ 4 മുട്ട ഉടച്ചു പാരുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രോത്ത് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഈ സംഭവം ഈ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പ്രോസസ്സ് മിക്സർ ജാറിലേക്ക് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ അങ്ങനെ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഓക്കെ, മിക്സർ ജാറിൽ വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ 2 സെറ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സർ ജാറിലാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തു. പിന്നെ അടുത്ത സെറ്റ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഓരോ മിനിറ്റ് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. കുറേ പ്രാവശ്യം ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ച് ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഷുഗർ 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ബാക്കി മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്യേണ്ട, നല്ല ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലംസ് ഒന്നും പാടില്ല. കട്ടകളൊന്നും ഉണ്ടെങ്കിൽ നല്ലോണം അടിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇതിൽ നല്ലൊരു സോഫ്റ്റ് ആവും, ഫ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ കേക്ക്. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് ഉണ്ടാവില്ല, കുറച്ച് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കും ഈ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ അതിന് വേണ്ട ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സൺഫ്ലവർ ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലാണ് ബട്ടർ പേപ്പർ വെച്ചത്. എന്നിട്ട് കുറച്ചും കൂടിയും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ മൊത്തം ഒന്ന് സൺഫ്ലവർ ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുമ്പം ഈ എയർ ബബിൾസ് ഒക്കെ പോകും, അല്ലെങ്കിൽ ഉള്ളിലെ എയർ ബബിൾസ് എല്ലാം ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 പ്രാവശ്യം നല്ലോണം മുട്ടിയിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബബിളൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ഇത് ഡയറക്റ്റ് നമ്മുടെ കുക്കിംഗ് റേഞ്ചിലേക്ക് എടുത്ത് വെക്കാം. നിങ്ങൾ അവനിലാണ് വെക്കുന്നുണ്ടെങ്കിൽ അവനിൽ വെക്കുക. ഇനി ഞാൻ മേലെയുള്ള ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താഴെ ഉള്ള ഫ്ലെയിം മാത്രം 180 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ഈ കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 180 to 200 അതിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്കൊരു 40 മിനിറ്റ്സോ 45 മിനിറ്റ്സോളം എടുത്തിന് കേട്ടോ കേക്ക് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലോ ആയിട്ട് നല്ല 180 വെച്ചിട്ട് അത് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ടൈം എടുത്തത്. 200 കുറച്ചും കൂടി ഒന്ന് വേഗം കിട്ടും. കേക്ക് എടുക്കുന്നതിന് മുന്നേ ഒന്ന് കുത്തി നോക്കുക. നടുവിൽ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയാണ്. കുറച്ചും കൂടി വെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മേളത്തെ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ആ ഒരു പൊട്ടുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണല്ലോ ഉണ്ടാക്കുന്നത്, സെല്ല് ചെയ്യാനൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ വേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല. കേക്ക് അതേപോലെ തന്നെ എടുത്തിട്ടാണ് ഞാൻ ഈ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കേക്ക് 2 കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് 1.5 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫാറ്റ് ആണ് ആഡ് ചെയ്തത്. ഫുൾ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെയൊക്കെ കിട്ടുന്ന വിപ്പിംഗ് ക്രീമിന് നോ ആഡഡ് ഷുഗർ ആണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സ്വീറ്റിന് വേണമെങ്കിൽ നമ്മൾ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് വിപ്പ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ അധികം മധുരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ വിപ്പിംഗ് ക്രീമിനൊക്കെ നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഞാൻ വാങ്ങിയതിൽ വെച്ചിട്ടെല്ലാം മധുരമില്ലാതെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇനി ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്രോത്ത് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം പതച്ച് നല്ല ബീറ്ററോട് നല്ലോണം പതച്ചിട്ട് എടുക്കുക, നല്ല ക്രീമാക്കി എടുക്കുക. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് കുറച്ച് ടൈം എടുക്കും, കുറച്ച് കഷ്ടപ്പണിയാണ്, പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഫ്രോത്ത് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ കേക്കിൻ്റെ നടുവിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഫ്രോത്ത് ചെയ്ത് അതേ ക്രീം കേക്കിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അതിലേക്ക് ഫോക്ക് വെച്ചിട്ട് നല്ലോണം ഹോൾസ് ചെയ്ത് കൊടുക്കാം. ഈ ഹോൾസ് എന്തിനാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടൻസ് മിൽക്കും പാലും കൂടി ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെന്നല്ലോ, അത് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കുമ്പം ഇത് വേഗം തന്നെ അബ്സോർബ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ഫോക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച കണ്ടൻസ് മിൽക്കും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പകുതിയായിട്ട് കുറച്ച് ബാക്കിയും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹാഫായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഈ കേക്ക് ഒന്ന് സോക്ക് ചെയ്ത് കിട്ടണം ഈ പാലിലേക്ക്, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പം ഈ പാല് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലത്തേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഇതിന് ഫില്ലിംഗ് ആക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേറൊരു മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് പകുതിയാക്കാതെ തന്നെ, ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ചെയ്താൽ വെച്ചാൽ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയ സമയത്ത് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഈ കേക്ക് ഹാഫൊന്നും ചെയ്യാതെ അതേപോലെ തന്നെ നമ്മുടെ ഫുൾ കേക്കിൻ്റെ മേലെ ഇതേപോലത്തെ കണ്ടൻസ് മിൽക്കും കൂടിയുള്ള മിക്സ്ചർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കുത്തി കൊടുത്തിട്ട് ആ പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സോക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതേപോലെ ഇട്ട് കഴിക്കുക കേട്ടോ. അങ്ങനെയും അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ഈ ക്രീം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ക്രീം മേലെ തേച്ചാൽ മതി. ആക്ച്വലി ശരിക്കുള്ള ലറ്റോ കേക്കിൻ്റെ കഫേയിലുള്ള ലറ്റോ കേക്ക് ക്രീം വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മളുടെ ചോയ്സാണ് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ക്രീം ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം അവോയ്ഡ് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പാല് മാത്രം ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ബാക്കി ക്രീം ഇതിൻ്റെ മേലെ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ നൈഫൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എല്ലാം നാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. നാട്ടിൽ ഞാൻ കുറച്ച് കേക്കെല്ലാം ഇങ്ങനെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും എടുത്തിട്ടില്ല. അപ്പം നൈഫും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി വേണം നാട്ടിൽ പോയി വരുമ്പോഴൊക്കെ അതൊക്കെ എടുത്തിട്ട് വരാൻ. ഓക്കെ, അപ്പോൾ അതങ്ങനെ അപ്പം ചെറിയ രീതിയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യുക. 1 മണിക്കൂർ ചെയ്യണം കേട്ടോ മിനിമമായിട്ട്. എന്നാലേ ഈ കേക്കൊക്കെ നല്ലോണം ഈ പാലൊക്കെ നല്ലോണം അബ്സോർവ് ചെയ്ത് നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ശേഷം ഞാനെടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ബാക്കി വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഈ പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പാലും ആ കേക്കും കൂടി കഴിക്കണം. എൻ്റെ അമ്മോ, രക്ഷയില്ലാത്തൊരു കേക്ക് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഞാനിങ്ങനെ ഫോക്ക് വെച്ച് കുത്തുമ്പം തന്നെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും മോയിസ്റ്റാണ്. ആ മിൽക്കും ഈ കേക്കും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രീം വേണ്ടാത്ത ആൾക്കാർ കേക്കിൽ തന്നെ ഈ പാല് ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അങ്ങനെയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.